ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ റോഡ് ട്രിപ്പാണ്. നമ്മൾ സ്പെയിനിൽ നേരെ പോർച്ചുഗലിലോട്ട് പോവാണ്. അപ്പം ആ ആൻസിസ്റ്റേഴ്സ് അതാണ് ഞാനറിയാതെ ഏത് ആൻസിസ്റ്ററാണ്. അല്ല നമ്മൾ നമ്മുടെ പോർച്ചുഗൽ വാസ്കോഡഗാമയുടെ ആരെങ്കിലും ആണോ നിങ്ങൾ? പുള്ളി ഞങ്ങളുടെ ഒരു മുതുമുത്തശ്ശൻ. അപ്പം ഞങ്ങൾ പോരുന്ന വഴിക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. ഞങ്ങൾ സ്പെയിനിൽ നിന്ന് ഇങ്ങനെ പോരുക. പോർച്ചുഗൽ എത്തിയില്ല, പോർച്ചുഗലിൻ്റെ ബോർഡറിൽ ഉള്ള സ്ഥലത്താണ്. ഒരു ഹാഫ് ആൻ അവർ കൂടെ ഉണ്ട്. അപ്പം പോർച്ചുഗൽ സീരീസ് ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ പോർച്ചുഗലിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ സ്പെയിൻ വിട്ട് പോർച്ചുഗീസ് പോവുകയാണ്. പോർച്ചുഗലിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് കയറിയ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ രാവിലെ 11 മണിയാവുമ്പോൾ 10 മണിക്ക് കയറിയതാണ്. കുറച്ച് സംസാരം നമ്മൾ പറഞ്ഞതിന് മനസ്സിലാവാത്തത്, അവർ പറയുന്നത് നമ്മൾ മനസ്സിലാവാത്തതിന് നമ്മൾ ചില പ്രശ്നമുണ്ടായി. പിന്നെ അവർക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളില്ലായിരുന്നു, പക്ഷേ പൈസ ഓൾറെഡി ചാർജ് ചെയ്ത്. പിന്നെ അവസാനം ഞങ്ങൾ പിന്നെ അതിന് കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് ഫ്രീ വെള്ളമൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഏകദേശം സ്പെയിനിൻ്റെ പോർച്ചുഗീസിൻ്റെ ബോർഡറിലായിട്ട്. ഇനി ഞങ്ങൾ നേരെ പോർച്ചുഗീസിലേക്ക് പോവുകയാണ്. ജ്യൂസ് കുടിച്ചോ? ഏഡൻ ജ്യൂസ് കുടിച്ചോ? ഏഡൻ ഈസ് ഡൂയിങ് വ്ലോഗ്. ഇനി പോർച്ചുഗൽ ചെന്നിട്ട് വേണം എനിക്കൊന്ന് ഷേവ് ചെയ്യാനും അപ്പൂനൊന്ന് മുടി വെട്ടാനും. അപ്പൂനിപ്പോൾ കണ്ട സത്യസായി ബാബയുടെ ഒരു അയിനായിട്ട് വരും, ഒരു ചെറിയ സത്യസായി ബാബ. അറിയത്തില്ല അല്ലേ? കാണിച്ചാൽ ഇപ്പം ഞാൻ ഫോട്ടോ കാണിച്ചു. ആക്ച്വലി ഇപ്പം തന്നെ ഫോട്ടോ കാണിച്ചു കൊടുക്കാം. സത്യസായി ബാബ ആരാന്ന് ആ മുടി കാണുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ ഇതാണ് സത്യസായി ബാബ. അതുപോലെ മുടിയായോ? അപ്പോൾ സത്യസായി ബാബയുടെ ടൈപ്പ് മുടിയിലേക്ക് വരുത്താനുള്ള പരിപാടിയിലാണ്. Morocco. What do you like? Morocco. What do you like? Morocco or Spain? Water. ഏഴൻകുട്ടിന് എവിടെയാ? ഏഴൻകുട്ടിന് എവിടെയാ? ഊഞ്ഞാലാടുകയാണോ? ഏയ്, അവനാ പെണ്ണിനെ നോക്കിക്കൊണ്ട് അപ്പോഴും ഇരിക്കുന്നു. അതെ, ഞാൻ പറഞ്ഞതാണ് സംഭവം. മനസ്സിലായല്ലോ? ഫ്രണ്ടിലോട്ടായി തന്നെ എടുക്കുന്ന അവൻ മരം അല്ലല്ല, അവൻ മരം അങ്ങനല്ല. ഞാൻ ഇങ്ങനെ വിളിക്കേണ്ടി വരുമോ? അങ്ങനല്ല. എല്ലാരും പറഞ്ഞ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടേ പുറകോട്ട് ഇനിയിപ്പോ അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മളിതാ കൊച്ചിനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് ബെൽറ്റ് ഇടാന്ന് വിചാരിച്ചു. എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞേ? ഒരു മിനിറ്റ് എടാ, നീ മിണ്ടായിരുന്നേ. ഇവിടെ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ? അമ്മ എന്തൊക്കെയാ കഴിച്ചെന്നുള്ളത് ഇപ്പൊ പറയും. അമ്മ പറഞ്ഞേ. Yo come un sándwich con jamón y queso y un jugo de naranja y എടാ പറ, ഇവരെന്ത് തേങ്ങ ഈ പറയണത്? അല്ല കൊച്ചോർക്കാണ് സാൻഡ്വിച്ച് കഴിച്ച് ഫിറ്റായി പോയി ആൾക്കാരെ ആദ്യമായിട്ട്. എന്തുവാടാ? ആരെ ബെൽറ്റിടാത്ത? ബെൽറ്റിടാത്ത ആൾക്കൊക്കെ ഫൈൻ ഉണ്ട്. ഇതെത്തില്ലേ? നമ്മൾ ഈ റോഡിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ അപ്പുറത്ത് കിടക്കണമല്ലോ. ചാടാൻ പറ്റുമോ? അപ്പൊ നമ്മള് E1A49
പോർച്ചുഗൽ ഹൈവേയിലേക്ക് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് വണ്ടിയുണ്ട്. Okay. അതിന്റെ മോനെ സ്ഥലത്തിന്റെ പേരാട്ടോ. അതെ, ഇവിടുത്തെ സ്ഥലത്തിന് പേരാ അതിന്റെ മോനെ. അല്ല, ആൾക്കാർക്ക് എന്നെ നായിന്റെ മോൻ വിളിച്ചായിരുന്നു. അച്ഛനെ തെറി വിളിച്ചല്ല, അതിന്റെ മോനെ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാ. ഇവിടെ എങ്ങാണ്ടാണ് അതിന്റെ മോൻ വരാൻ പോകുന്നത്. ഞങ്ങൾ വരുമ്പോ ബോർഡ് കാണിക്കാം അതിന്റെ മോനെ. അങ്ങനെ ഞങ്ങൾ പോർച്ചുഗലിലോട്ട് കയറാൻ പോവുകയാണ്. 4ാമത്തെ കൺട്രി അല്ലേ? 4ാമത്തെ കൺട്രി ട്രിപ്പില്. ദ 4th country. അതെ, 4th country അല്ല. ആൻഡ് വെൽക്കം ടു പോർച്ചുഗലിലേക്ക് ഞങ്ങൾ ലാൻഡ് ചെയ്തു. പോർച്ചുഗൽ കയറി. എന്താണ് വെനീസോ? Bienvenido a Portugal. Bienvenido Portugal. Which means welcome to Portugal. അല്ലെങ്കിൽ വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇവിടെ ടൂറിസത്തിന് എൻട്രൻസും ഫുഡും കാര്യങ്ങളെല്ലാം. പോർച്ചുഗലെത്തി. ഇതാണ് പോർച്ചുഗലിന്റെ എൻട്രൻസ്. Also ഇത് കഴിഞ്ഞിട്ട് എന്നോട് സ്പാനിഷ് പോർച്ചുഗീസ്. അതന്നെ. ഇനി അമ്മൂനെ നമുക്ക് ആവശ്യമില്ല. ഇനി പോർച്ചുഗലില്ല. ഇനി നമുക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് അമ്മൂനെ നമുക്ക് ആവശ്യമില്ല. പോർച്ചുഗലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസ്ക്ലൈമർ പറയട്ടെ, ഇപ്പൊ കാണിച്ചത് ആരും അനുഗ്രഹിക്കല്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അനുഗ്രഹിക്കുന്നതോ അല്ല, അനുകരിക്കുക. ആ സംഭവം അല്ല. ഒരു യൂട്യൂബറിനെ കളിയാക്കിയിട്ടില്ല. അത് പ്രത്യേകം പറയണം. നീ ഒന്നുകൂടി വേണ്ടി പറഞ്ഞോ. അതൊന്നുകൂടി വേണ്ടി പറഞ്ഞു. പോർച്ചുഗലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേത് വ്ളോഗറാണ് പറയുന്നത് താഴെ കമന്റ് ചെയ്യുക. ഹബീബി, വെൽക്കം ടു പോർച്ചുഗീസ്. Habibi. Let me do it. Hold on. Habibi. Hold on. Habibi. അയ്യോ, എയ്ഡനെ കാണാതെ പോയേ. അയ്യോ, എയ്ഡനെ കണ്ടോ? എയ്ഡനെ കാണുന്നില്ലേ? മലയുടെ മുകളില് ഇവിടെ ഒരു കാസിലുണ്ട്. പാബ്ലോ എസ്കോബാർ. No, it's not. പാബ്ലോ എസ്കോബാറിന്റെ കാസിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. Who's Pablo Escobar? Who is Pablo Escobar? അറിയത്തില്ല. അത്രയും മില്യണർ ആയ ഒരാളെ അറിയത്തില്ല പാബ്ലോ എസ്കോബാറിനെ. Daddy, you know who Pablo Escobar is? Yes. പറഞ്ഞു. നമ്മുടെ കൊളംബിയയിലെ കാർട്ടൽ ലീഡർ. He's a don. He's the real don. മണി റിക്കവർ ചെയ്തില്ല. No, ഇപ്പോഴും എത്ര പൈസ മില്യൺസ് ട്രില്യൺസ് ഡോളേഴ്സ് പാബ്ലോ എസ്കോബാർ. അതിന്റെ ടൂറൊക്കെ ഉണ്ട്. He's dead, right? അവർക്കൊന്നും വെടിവെച്ചു പാബ്ലോ എസ്കോബാറിന്. പുള്ളിക്കാരായിരുന്നു മെക്സിക്കോ കൊളംബിയ റൺ ചെയ്തത് ഒരു കാർട്ടലായിരുന്നു. അതുപോലൊക്കെ ഗുണ്ടാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ ഒരു ഗുണ്ടായിരുന്നു. കൊളംബിയ ചെല്ലുമ്പോൾ പുള്ളിക്കാരോട് സംസാരിക്കാൻ പാടില്ല. അല്ല, അവിടെ ഉള്ളവർക്ക് അവന് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ അവർക്ക് പൈസ കൊടുക്കുന്നതൊക്കെ ഈ പാബ്ലോ എസ്കോബാർ ആയിരുന്നു. Wait, so like, is there people still working under him? Like, or... പിന്നെ ആൾക്കാർക്ക് പാബ്ലോ എസ്കോബാറിന് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പം പൈസ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ കാട്ടിൽ റൺ ചെയ്തോണ്ടിരുന്നു. So he was like a Lucifer? താമസിക്കുന്നു കൊളംബിയ. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യണമല്ലോ. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ എന്ത് ചെയ്തു, പുള്ളിക്കാരന് വേണ്ടി പുള്ളിക്കാരൻ തന്നെ ഒരു ജയിലുണ്ടാക്കി. വിത്ത് മറ്റേ ഹെലിപ്പാഡ് വരെ ഉണ്ടാകും അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജയിലിലെ ഞാൻ കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് പോലീസുകാർ മാത്രം ഫ്രണ്ടിൽ, ബാക്കി ആൾക്കാർ മൊത്തത്തിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ കാട്ടിൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പാബ്ലോ എസ്കോബാർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്ത് നിർത്താൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. ഹൈവേ തന്നെയാണ്.
സ്ട്രെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത്. ഇനി എനിക്ക് വഴി പറഞ്ഞു തരാൻ പോകുന്നത് അപ്പുവാണ്. അങ്ങനെ ഞങ്ങൾ പോർച്ചുഗലിൽ വന്ന് ബാഗെല്ലാം എടുത്ത് വെച്ചു, വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാം. ഇനി ഇവിടെ മുതലാണ് നമ്മൾ ഇനി വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ വീടിൻ്റെ ടൂറൊക്കെ തരാം. ഞങ്ങളെല്ലാം എടുത്തു വെച്ചു. വന്നപ്പോൾ സ്ഥലം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുത്തില്ല. സോ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ പറ്റത്തെ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി സ്ഥലങ്ങൾ കാണാം. ഒരു ഫുഡ് കഴിക്കുമ്പോൾ കടയിൽ കയറി. ആദ്യം തന്നെ ഞങ്ങൾ മൊഹിറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊഹിറ്റോ കുടിച്ചു. അതിനടുത്ത് എന്തൊക്കെയോ സാധനങ്ങൾ മത്തി വരെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കട്ടെ ഇത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. കുറേ പേരൊന്നും അറിയുന്നില്ല, പക്ഷേ അത് നോക്കുക എന്തൊക്കെയാണ് കുടിക്കാൻ പറ്റുന്നതെന്നുള്ളത്. അത് കുടിക്കാം. പിന്നെ കുറേ ഫുഡുണ്ട്, അതും വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ ഫുഡാണെന്നുള്ളത്. അങ്ങനെ ഫുഡ് വന്നു. എന്താണെന്ന് ചോദിക്കരുത്, ഇത് മീനാണ്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഫുഡ്, ഇവിടെ വേറൊരു ഫുഡ്, ഇവിടെ വേറൊരു ഫുഡ്, പിന്നെ അവിടെ ഉണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾ. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മീനൊക്കെ കഴിച്ചിട്ട് നല്ല മത്തി വറുത്ത് കിട്ടി. പോർച്ചുഗൽ വന്നിട്ടുണ്ട് നല്ല മത്തി കിട്ടിയത് കേട്ടോ. അതെ, മത്തി ഗ്രിൽഡ്. അപ്പോൾ മത്തി ഒന്നൊക്കെ കഴിച്ച് ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഇവിടെ എല്ലാം ഫുഡ് ഇഷ്ടപ്പെട്ടു. പോർച്ചുഗൽ ഫുഡ് എനിക്ക് സ്പെയിനിലേക്കാട്ടും നല്ലതാണെന്ന് തോന്നുന്നു പോർച്ചുഗലിലെ ഫുഡ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഫുഡ് അടിപൊളിയായിരുന്നു. ലസാനിയ, അതെ ഭയങ്കര ജ്യൂസി ആയിരുന്നു. ബർഗർ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ജില്ലു? എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടന്? അതെ. അപ്പോൾ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആദ്യം കയറിയപ്പോൾ ഒന്ന് സ്കെച്ചായി തോന്നി, പക്ഷേ ഫുഡ് നല്ലതായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി അൽഫാമ എന്ന് പറയുന്ന ഈ കടയിലേക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എല്ലാവരും വരികയാണെങ്കിൽ ഇവിടുത്തെ ഫിഷും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു. അൽഫാമ എന്നാണ് റെസ്റ്റോറൻറ്റ് പേര്. ബംഗ്ലാദേശിലാണ് നടത്തുന്നത്. സോ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ബംഗ്ലാദേശ് ആയതുകൊണ്ട് ചിലപ്പോൾ ഫുഡ് കൊള്ളത്തില്ല, ഇവിടുത്തെ ആരുടെ അല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഫുഡ് ആക്ച്വലി നല്ലതായിരുന്നു. എല്ലാ ഫുഡ് ഞങ്ങൾ വാങ്ങിയതെല്ലാം അടിപൊളി ടേസ്റ്റുമായിരുന്നു. സ്പെയിനൊക്കെ വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗീസുകാരുടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഞങ്ങളിത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നടക്കുകയാണ്. ഒരു സ്ക്വയറിലോട്ടാണ്. സോ സ്ക്വയർ എന്ന് പറയുന്നത് ആണോ ഒരു നമ്മുടെ നേരത്തെയൊക്കെ പോയ ഒരു സ്ക്വയർ പോലെ തന്നെ സ്ക്വയറിലോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടെ ഒരു കുത്തനെ ഇറക്കമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ സ്റ്റോറും എല്ലാം കൂടി താഴോട്ടങ്ങ് പോകും. അങ്ങനെ ഒരു ചെറിയ വഴിയിലൂടെ സ്റ്റെപ്പ് കയറി സ്റ്റോർ പിടിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇതൊരു കുഞ്ഞു വഴിയാണ്, ഒരാൾക്ക് പോകാനേ പറ്റത്തുള്ളൂ. ഇതിൽ കൂടെ അങ്ങനത്തെ ഒരു വഴിയിലൂടെ കയറിയിട്ടാണ് പോകുന്നത്. ഇല്ല, നിന്നെ കാണുന്നില്ല. പോട്ടെ. അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് നമ്മൾ പോകാൻ വേണ്ടി. ഞങ്ങൾ സ്റ്റോറിൽ തള്ളിക്കൊണ്ടാണ് വരുന്നത്. Now, could you imagine with the baby in there? That'd be fun. No, listen, I don't know. No,
stay straight and look down. ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലുവിൻ്റെ. എല്ലാവരും കൂടെ അവിടെ ആൾക്കാർ മൊത്തം ജില്ലുവിൻ്റെ ഫോട്ടോഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വേറൊരു അലീവയാണ്. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെയോ? വേറൊരാളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് ഫാമിലി അടക്കം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് ഒരു ഫേമസ് ആയ ഇസ്രായേലി ആൾ വരച്ച പടമാണ്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇതിവിടെ പോയപ്പോൾ ഒരു ഗൈഡ് പറയുന്നത് കേട്ടതായിരുന്നു. ഞങ്ങളൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ അവർ വിചാരിച്ചു ഇത് വലിയ എന്തോ സംഭവം എന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞ് അയാൾ ഒന്ന് പതുങ്ങി ഗൈഡുകാരൻ. എന്നിട്ട് ഇതൊരു ഫേമസ് ആയ ഇസ്രായേലിക്കാരൻ്റെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ആണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഏടൻ്റെ സ്റ്റോളറും താങ്ങിക്കൊണ്ട് പോവുകയാണ്. ഇവിടെ മൊത്തം സ്റ്റോളർ കയറ്റാണ്. സ്റ്റോളർ എല്ലാം കൂടി ഉന്തി മടുത്തു. ഇഷ്ടംപോലെ സ്റ്റെപ്പുണ്ട്. ഒടുക്കത്തെ കയറ്റമാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ ഏറ്റവും ഈസി നമ്മുടെ ഏഴകോട്ടനാണ്. അവനോട് ഞങ്ങൾ സ്റ്റോളും പൊക്കി വെക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഫേമസ് ആയ ഒരു ട്രാമാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത്. ഈ ട്രാം ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഇതിനകത്ത് പോകുന്നത് അത് ആക്ച്വലി ഇവിടെ നിന്ന് കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ അവസാന ദിവസം വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ വരുന്ന സ്ഥലത്ത് തന്നെ വെച്ച് നമ്മൾ ട്രാം കണ്ടു. കാരണം ഇതിൻ്റെ മെയിൻ ഒരു സംഭവം ഇതാ ഇതിൻ്റെ ട്രാം. അങ്ങനെ ട്രാമും കണ്ടിട്ട് നമ്മൾ നേരെ റൈറ്റ് എടുത്തിങ്ങോട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എന്താ പറയുക ലിസ്ബണിലുള്ള സ്ഥലങ്ങൾ മൊത്തം കാണാം. അതുപോലെ തന്നെ പോർട്ട് കാണാം, ക്രൂസ് ഷിപ്പ് വന്ന് കാണാം, അതുപോലെ തന്നെ നമ്മുടെ കടൽ കാണാം. അതെല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതൊരു സീനിക് വ്യൂ ആണ്. അതിൻ്റെ അവിടെ ട്രാം പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആൾക്കാർക്ക് മുകളിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എല്ലാവരും വന്ന് സീനിക് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമാണ്. പിന്നെ അതിന് അവിടെ അങ്ങോട്ട് പോയ ക്രൂസ് ഷിപ്പ് നമ്മൾ നേരത്തെ കണ്ട ഒരു ക്രൂസ് ഷിപ്പുണ്ട്. അത് ക്രൂസ് ഷിപ്പ് അവിടെ കിടക്കുന്നത് കാണാം നമുക്ക്. അങ്ങനെ നല്ല അടിപൊളി വ്യൂവും കണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ജില്ല അവിടെ റിസ്ക് ഷോട്ട് എടുക്കാൻ പോവാം. ഫോട്ടോ എടുക്കാൻ വണ്ടി വരുന്നതിന് മുമ്പ് പോർച്ചുഗലിൽ പോയി വട്ടായ ആൾക്കാർ ഞാൻ കാണാം. എന്താ ഇന്നത്തെ ഇന്ന് കഴിച്ച മത്തിയുടെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. സഡീൻ. നിന്റെ അമ്മ പോയത് കണ്ടോടാ? എടാ നിന്റെ അമ്മ പോയത് കണ്ടോ? ആ നീ കണ്ടോ പോയത്? പൂ വെച്ചോണ്ട് ഓടിയോ? ഓടി ഓടി ഓട്ടോറിക്ഷക്കാരൻ നിർത്തത്തില്ല, ഇടിച്ചിട്ട് അവൻ ചിരിക്കുന്നു. അല്ല കൊച്ചു ചിരിച്ചു. ഞാൻ പറഞ്ഞു അമ്മ ചെവി പൂ വെച്ചോണ്ട് ഓടിയിട്ടുണ്ടോ. അടുത്ത ആളും പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടി. ട്രാമ്പ് വരുന്നു. 2 പൂവായി. ചേച്ചി ഓടി ട്രെയിൻ വന്നു.
സൈഡ് തട്ടും. ഇത് കേട്ടോ തല വീഴും. അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. തല പോകേണ്ട സമയമായി. ചേച്ചി പറന്നു പോവും. ഇത് ടൈറ്റാനിക് അച്ഛനോട് ഇല്ല അവിടെ. അങ്ങനെ ഞങ്ങൾ ഈ കിടക്കുന്ന ഓട്ടോറിക്ഷ പോലത്തെ സാധനം ഞങ്ങൾ നാളത്തേക്ക് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വണ്ടിയാണ് നാളത്തേക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇവിടുത്തെ ഫേമസ് ആയ ഒരു പേസ്ട്രിയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അമ്മു, they have the thing, the yellow, oh that's one, okay. അങ്ങനെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പാസ്റ്റൽ ഡി നാറ്റ ഒന്നെടുക്കും. ഇതാ സംഭവം. ഓ, സോ ഇതാണ് പാസ്റ്റൽ ഡിനാറ്റ. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പേസ്ട്രി. ഈ ക്രീം നമ്മളെ അവിടെ കിട്ടും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇതുവരെ കഴിച്ചില്ല. പക്ഷെ ബേലൻ ടവറിൽ പോകുമ്പോൾ അവരുടെ ഒറിജിനൽ കട അവിടെ ഉണ്ട് ഇതിന്റെ പേരിൽ. അപ്പനെ ഞങ്ങൾ സ്ട്രോളർ ഉന്താൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. മാൻ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരുടെ വീഡിയോസ് അവിടെ പോയി എടുക്കുന്നത്? പറ ആരുടെ വീഡിയോസാ? എന്താ എന്നിട്ട് സിനിമാറ്റിക് കിട്ടിയോ? അത് കാണിച്ചു സിനിമാറ്റിക്. സിനിമാറ്റിക് ആടാ. അടുത്തായിട്ട് ജില്ലു ഒക്കെ നോക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് ഫ്ലവറിൻ്റെ. അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഒരു പള്ളിയുടെ മുമ്പിലാണ് ഈ സംഭവം. എടുത്തില്ലേ ഫോട്ടോ? അങ്ങനെ ഇവിടുത്തെ സ്ക്വയറിൽ വന്നിരിക്കുകയാണ്. സ്ക്വയറിനകത്ത് ഫുള്ള് ഫുഡ് കഴിക്കുന്ന കടകളും കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. എല്ലാവരും ഫുഡും കാര്യങ്ങളും കഴിക്കുകയാണ്. ഇതൊരു നല്ല വ്യൂ ആണ്. പിന്നെന്താ പറയുക, ഇത് ഓൾമോസ്റ്റ് ആ കടൽത്തീരത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിൽ കൂടെ നടക്കുന്നത് പറയുമ്പോൾ തന്നെ ഒരു വേറൊരു വൈപ്പിലാണ് നമ്മൾ നടക്കുന്നത്. അടിപൊളിയാണ് ആ വൈപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രാത്രിയായി, മഞ്ഞ കളർ കെട്ടിടം, അതിൻ്റെ കൂടെ ലൈറ്റ് ഓണായി, അതൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക നല്ല ഫീൽ. പക്ഷേ ക്യാമറ എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് കാണാൻ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളിതാ ഇത് നടന്നപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടു. സ്റ്റാച്യൂസ് ഇങ്ങനെ കളറടിച്ച് പെയിൻ്റ് അടിച്ച് കല്ലും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിനിടയിൽ കൂടെ കുറേ മുട്ടൻ വലിയ എലി, പെരിച്ചാഴി പോലെ വലിപ്പുള്ള മുട്ടൻ എലികൾ. എലി മാത്രമല്ല, എലിയുണ്ട്, റോച്ചസ് ഉണ്ട്, എന്ത് വേണ്ട എല്ലാ ജീവികളും ഇവിടെ ഈ സൈഡിൽ കാണാം. പിന്നെ ആൾക്കാർ സത്യം പറയണ്ടേ? Portugal is beautiful, that's true. അത് എത്ര പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ നടന്ന് ഒരു 20 മിനിറ്റ് നടന്ന് നമ്മൾ പിങ്ക് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പിങ്ക് സ്ട്രീറ്റ്.
അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ടൈം ഔട്ടിലേക്കാണ്. ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു ഇൻഡോർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ആ മാർക്കറ്റിലോട്ട് കയറാം. ഏഴ് എൻ്റെ കൂടെ ക്യാരി ബാഗായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് വലിയ ഹ്യൂജാണ്, ഇഷ്ടം പോലെ ആൾക്കാരാണ്, ഭയങ്കര തിരക്കുമാണ്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ്. ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. I got a crushed donut. ക്രഷാണ്, ഞാൻ വെച്ച് ക്രഷ് ഡോണറ്റ് വാങ്ങിച്ചു. ഇനി വീട്ടിൽ പോയി കിടക്കാണ്. അപ്പം ഇനി മിക്കവാറും വ്ളോഗ് ഒന്ന് കണ്ടാൽ ഞങ്ങൾ മിക്കവാറും ഭക്ഷണം കഴിച്ച് എല്ലായിടത്തും പോവുമായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഷെയർ, സബ്സ്ക്രൈബ്, എന്താണ്? Good night. അതെ, ഗുഡ് നൈറ്റ്.